നമസ്കാരം. വചന സമീക്ഷയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നത്തെ വിചിന്തനത്തിനായുള്ള തിരുവചന ഭാഗം സങ്കീർത്തനങ്ങൾ 121 അധ്യായം 8 വാക്യം. യഹോവ നിന്റെ ഗമനവും ആഗമനവും ഇന്നു മുതൽ എന്നേക്കും പരിപാലിക്കും. ഏറ്റവും പ്രിയമുള്ളവരെ, നമ്മുടെയെല്ലാം ഗമനങ്ങളെയും ആഗമനങ്ങളെയും പരിപാലിക്കുന്ന ഉള്ളംകൈയിൽ എന്ന പോലെ നമ്മെ സ്നേഹിച്ച് നമ്മെ കാത്ത് സംരക്ഷിക്കുന്ന യഹോവയുടെ ആ ഒരു സ്നേഹത്തെയും കരുതലിനെയും പരിപാലനയും ഏറ്റവും വിശാലമായി എടുത്തു കാട്ടുന്ന ഒരു വചനഭാഗം കൂടെയാണ്, ഒരു വാക്യം കൂടെയാണ് ഇത്. ഇവിടെ കൃത്യമായി വളരെ വ്യക്തതയോടുകൂടി തന്നെ പറയുന്നുണ്ട്, യഹോവ നമ്മുടെ ഓരോ ആഗമനത്തെയും ഒക്കെ പരിപാലിക്കും എന്നുള്ളത്. അങ്ങനെയെങ്കിൽ നമ്മുടെ കാര്യത്തിൽ ഇത്രയും ശ്രദ്ധാലുവായ ഒരു തമ്പുരാൻ, ഒരു യഹോവ കർത്താവ് നമ്മളോടൊപ്പം ഉണ്ടെങ്കിൽ പിന്നെ നാം എന്തിന് ഭയപ്പെടണം എന്നുള്ള വചനങ്ങൾ, അല്ലെങ്കിൽ എന്തിന് നാം ഭയപ്പെടണം എന്നുള്ള ആശയങ്ങൾ കൂടി, നാം എന്തിന് മറ്റുള്ളവരെ സംശയിക്കണം, നമ്മുടെ ഒപ്പം ഇത്രയും ശക്തനായ കർത്താവ് കൂടെ ഇല്ലേ എന്നുള്ള ആശയങ്ങൾ കൂടി തുടർന്നുള്ള വചനങ്ങൾ നമ്മളോട് പങ്കുവെക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഈ വചനഭാഗങ്ങളെ കൂട്ടുപിടിച്ചുകൊണ്ട് സർവവും പരിപാലിക്കുന്ന ആ തമ്പുരാന്റെ കരങ്ങളിലേക്ക് നമ്മുടെ ജീവിതങ്ങളെ സമർപ്പിക്കുവാൻ, കണ്ണും പൂട്ടി അന്ധമായ വിശ്വാസത്തോടു കൂടി സമർപ്പിക്കുവാൻ നമുക്ക് സാധിക്കണം. അതിന് സാധിക്കട്ടെ. ശിഷ്യന്മാരോടുകൂടി തന്നെ ഈശോ പറഞ്ഞിട്ടില്ലേ, കാണാതെ തന്നെ വിശ്വസിക്കുന്നവൻ ഭാഗ്യവാൻ. അത്രത്തോളം ആഴമായിട്ടുള്ള അന്ധമായിട്ടുള്ള ഒരു വിശ്വാസം നമ്മെ കാത്തു പരിപാലിക്കുന്ന ആ പ്രിയപ്പെട്ട പിതാവിങ്കിലേക്ക് ചൊരിയുവാൻ, സമർപ്പിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. അതിനായി ഈ വചനത്തെ നമുക്ക് ഉപയോഗപ്പെടുത്താം. വചന സമീക്ഷയുടെ അധ്യായത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്നേഹം നിറഞ്ഞ സ്വാഗതം. ഒരിക്കൽ ഒരു ജയിലിൽ കൊലപാതക കുറ്റം ചുമത്തപ്പെട്ട് തൂക്കുകയർ വിധിക്കപ്പെട്ട് കിടക്കുന്ന ഒരു തടവുകാരൻ. ഇയാളുടെ മോചനത്തിനായി വീട്ടുകാരും കൂട്ടുകാരും അടങ്ങുന്ന ഒരു സംഘം നേരിട്ട് ഇടപെട്ട് ഗവർണർക്ക് കത്ത് നൽകുകയാണ്, ഇയാളുടെ മോചനത്തിന് അല്ലെങ്കിൽ ശിക്ഷയുടെ ഇളവിനായിട്ട്. അപ്പോൾ ഈ ഗവർണർ ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ട് പഠിച്ചു. ഇയാൾ ചെയ്ത എന്നാരോപിക്കപ്പെടുന്ന ആ ഒരു കുറ്റത്തെപ്പറ്റി വ്യക്തമായിട്ട് പഠിച്ചു. അതിൽ നിന്നും ഈ ഗവർണർക്ക് മനസ്സിലായി, ഇയാൾ എന്തോ സാഹചര്യത്തിന്റെ സമ്മർദ്ദം കൊണ്ട് ഒരുപക്ഷെ ചെയ്തു പോയതായിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഇയാളുടെ ജീവനെ രക്ഷിക്കുവാൻ വേണ്ടി ഇയാൾ ചെയ്തതായിരിക്കാം. പക്ഷെ എന്നിരുന്നാലും ഇയാൾ തെറ്റ് ചെയ്തു എന്നുള്ളതിൽ ഉറച്ചു വിശ്വസിക്കുന്നു ഞാൻ. പക്ഷേ ഇത്രയും വലിയൊരു തൂക്കുകയർ നൽകേണ്ട കുറ്റമാണോ അത് എന്നുള്ളൊരു സംശയത്തിന്റെ പേരിൽ ഗവർണർ ഒരു തീരുമാനത്തിൽ എത്താൻ മടിക്കുകയാണ്. പക്ഷെ എന്നിരുന്നാലും ഒരുപാട് പേരുടെ ആലോചനകൾ എടുത്തുകൊണ്ട് അദ്ദേഹം ഒരു തീരുമാനത്തിലെത്തുന്നു. ഇയാളുടെ ശിക്ഷ ഇളവ് ചെയ്ത് നൽകുന്ന രീതിയിൽ ഒരു കത്ത് തയ്യാറാക്കി അത് മുദ്ര വെച്ച് തൻ്റെ പോക്കറ്റിലേക്ക് ഇടുന്നു. എന്നിരുന്നാലും അവസാനത്തെ ഒരു സന്ദർശനം എന്നോണം, അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിയെ കാണുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി ആ ഗവർണർ ജയിലിലേക്ക് എത്തുകയാണ്. അദ്ദേഹത്തിന്റെ പോക്കറ്റിലാകട്ടെ ശിക്ഷ ഇളവ് ചെയ്തുകൊണ്ടുള്ള തൂക്കുകയറിൽ നിന്നും അവനെ മോചിപ്പിച്ചുകൊണ്ടുള്ള ഒരു കത്തുമുണ്ട്. ഈ ഒരു കത്തിൽ ഗവൺമെന്റിന്റെ തന്നെ മുദ്രയും കുത്തപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ വലിയൊരു അത്ഭുതമായിട്ട്, അല്ലെങ്കിൽ വലിയൊരു മോചനമായിട്ട് ഈ ഒരു തടവുകാരന്റെ മുന്നിലേക്ക് ഗവർണർ എത്തുമ്പോൾ ആ തടവുകാരൻ എന്തായിരിക്കും ചെയ്തിട്ടുണ്ടാവുക? അദ്ദേഹത്തിന് ഒരുപക്ഷെ മനസ്സിലായി കാണുമോ, എൻ്റെ മുന്നിൽ നിൽക്കുന്ന ആൾ എനിക്കുള്ള മോചനവുമായി വന്നതാണ് എന്നുള്ളത്. പക്ഷേ അവിടെ വേറെ വലിയൊരു ജീവിത സന്ദർഭം തന്നെ മറിക്കുന്ന തരത്തിലുള്ള ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ഒരു സാഹചര്യം ഉണ്ടാവുകയാണ്. അപ്പോൾ എങ്ങനെയായിരിക്കും ഗവർണറും ഈ തടവുകാരനും തമ്മിലുള്ള സംഭാഷണം എന്നുള്ള ഒരു കഥയിലേക്ക് നമുക്ക് മടങ്ങി വരാം. അതിനു മുൻപായി നമ്മുടെ ഇന്നത്തെ ആദ്യത്തെ കോളറിലേക്ക് നമുക്ക് പോകാം. നമസ്കാരം, വചന സമീക്ഷയിലേക്ക് സ്വാഗതം. ആരാണ്? ഷൈനിയാണ്, ചെറിയ കുണ്ണിന്ന് ഷൈനി ചേച്ചി അല്ലേ? ചേച്ചിയുടെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്? ഹസ്ബൻഡും മോനും ഉണ്ട്. ഓക്കെ, മോൻ പഠിക്കുവാണോ? 1ാം ക്ലാസ്സില്. ഓക്കെ, കുഞ്ഞു മോനല്ലേ? അതെ. ഓക്കെ, മോൻ സ്കൂളിലൊക്കെ പോയോ? സ്കൂളിൽ പോയി. ഓക്കെ, അപ്പൊ 3 പേര് സന്തോഷമായിട്ടിരിക്കുന്നോ? സന്തോഷമായിരിക്കുന്നു. ഓക്കെ, ദൈവകൃപയാല് അങ്ങനെ തന്നെ മുന്നോട്ട് പോകാൻ പറ്റട്ടെ കേട്ടോ, പ്രാർത്ഥിക്കാം. ചേച്ചി അറിയാലോ, നമുക്ക് 4 ചോദ്യങ്ങളായിരിക്കും വചന സമീക്ഷയിൽ ഉണ്ടാവുക. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോയാലോ? ഓക്കെ, ഒന്നാമത്തെ ചോദ്യം ഇതാണ്, മുന്തിരിത്തോട്ടത്തിലെ അവന്റെ പ്രമോദമായ ചെടി ആരാണ്? യഹൂദാ പുരുഷന്മാർ. ശരി ഉത്തരം, കൺഗ്രാറ്റുലേഷൻസ്. ഉത്തരം ഇതാണ്, യഹൂദാ പുരുഷന്മാർ. രണ്ടാമത്തെ ചോദ്യം ചോദിക്കട്ടെ? ചോദ്യം ഇതാണ്, അവൻ ന്യായത്തിനായി കാത്തിരുന്നു, എന്താണ് ലഭിച്ചത്? അവൻ നീതിക്കായി നോക്കിയിരുന്നു, എന്താണ് ഉണ്ടായത്?
പീഡനവും നിലവിളിയും. ശരി ഉത്തരം, കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. ഭയങ്കര സിമ്പിളാ അല്ലേ? പെട്ടെന്ന് മീൻസ് അറിയായിരുന്നു അല്ലേ? അറിയായിരുന്നു. അതിന്റെ ഉത്തരം ഇങ്ങനെയാണ്, പീഡനവും നിലവിളിയും. ചേച്ചി പാട്ടൊക്കെ പാടാറുണ്ടോ? ഞാൻ മോനെ കൊണ്ടാണ് സാധാരണ പാടിക്കുന്നത്. സാരമില്ല, ഇന്ന് അമ്മയുടെ പാട്ട് നമുക്ക് കേട്ടാലോ? പാടാവോ? ഇനി വിളിക്കുമ്പോ പാടാം. ഓക്കെ, അപ്പൊ എന്നാ അങ്ങനെയാണെങ്കിൽ ഇഷ്ടപ്പെട്ട ഒരു വചനം പറയാവോ? പറയാം. പറഞ്ഞോളൂ. യഹോവയിൽ തന്നെ രസിച്ചു കൊള്ളുക, അവൻ നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നിനക്ക് തരും. ഏറ്റവും ഇഷ്ടമുള്ള വചനമാണോ? ഇഷ്ടപ്പെട്ട കൂട്ടത്തിലുള്ളതാണ്. ഓക്കെ ഓക്കെ, അപ്പൊ ഇടയ്ക്കിടയ്ക്ക് ചൊല്ലാറുണ്ടായിരിക്കും അല്ലേ? അതെ അതെ. അപ്പൊ ഇതുപോലെ നന്നായിട്ട് വചനം ചൊല്ലാനൊക്കെ പറ്റട്ടെ, പ്രാർത്ഥിക്കാം. നമുക്ക് നമ്മുടെ ചോദ്യത്തിലേക്ക് മടങ്ങിപ്പോവാം. മൂന്നാമത്തെ ചോദ്യം ഇതാണ്: തങ്ങൾ മാത്രം ദേശമധ്യേ പാർക്കത്തക്കവണ്ണം മറ്റാർക്കും സ്ഥലം ഇല്ലാതാകുവോളം എന്ത് ചെയ്യുന്നവനാണ് അയ്യോ കഷ്ടം എന്ന് പറഞ്ഞത്? വീടോട് വീട് ചേർക്കുകയും വയലിനോട് വയൽ കൂട്ടുകയും ചെയ്യുന്നവർക്ക് അയ്യോ കഷ്ടം. ശരി ഉത്തരം, കൺഗ്രാറ്റുലേഷൻസ്. ഭയങ്കര എന്താ പറയാ, നന്നായിട്ട് ക്ലാരിറ്റിയോട് കൂടി ഉത്തരങ്ങൾ പറയുന്നുണ്ട് കേട്ടോ. അതിന്റെ ഉത്തരം ഇങ്ങനെയാണ്: വീടിനോട് വീട് ചേർക്കുകയും വയലിനോട് വയൽ കൂട്ടുകയും ചെയ്യുന്നവർക്ക്. ഓക്കെ, അപ്പൊ ലാസ്റ്റത്തെ ചോദ്യം ചോദിക്കട്ടെ, നാലാമത്തെ ചോദ്യം. നാലാമത്തെ ചോദ്യം, അവസാനത്തെ ചോദ്യം ഇതാണ്: വലുതും മനോഹരവുമായ ഭവനങ്ങൾക്ക് എന്ത് സംഭവിക്കുമെന്നാണ് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്തത്? നിവാസികളില്ലാതെ ശൂന്യമാകും. അതും ശരി ഉത്തരം. ഇതിപ്പം ചോദ്യങ്ങൾ ചോദിക്കുമ്പോ എനിക്ക് തന്നെ ഉത്തരങ്ങൾ കേൾക്കുമ്പോ ഒത്തിരി സിമ്പിൾ ആയിരുന്നു എന്ന് തോന്നുന്നുണ്ട് ചേച്ചിയുടെ ഉത്തരം പറയുന്ന ശൈലി. അപ്പൊ എന്തായാലും കൺഗ്രാറ്റുലേഷൻ. ഓക്കെ, അപ്പൊ ചേച്ചി 4 ചോദ്യങ്ങളും ശരിയാക്കിയിട്ടുണ്ട്, ഒരു വചനവും പറഞ്ഞിട്ടുണ്ട്. വലിയ സന്തോഷമായില്ലേ? ഓക്കെ, അപ്പൊ ചേച്ചിക്കും കുടുംബത്തിനും ഒക്കെ ഈ ഒരു അനുഗ്രഹവും കൃപയൊക്കെ ഇനിയും കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കേട്ടോ. ഓക്കെ ചേച്ചി, താങ്ക് യു സോ മച്ച്. ഷൈനി ചേച്ചി ആയിരുന്നു നമ്മളോടൊപ്പം ഇപ്പോൾ കോളിൽ ഉണ്ടായിരുന്നത്. ഏറ്റവും നല്ല വ്യക്തമായിട്ടുള്ള ഉത്തരങ്ങൾ വളരെ കൃത്യതയോടുകൂടി പറഞ്ഞു. അത്രയും വചനം വായിക്കുന്ന അല്ലെങ്കിൽ വിശുദ്ധ ഗ്രന്ഥവുമായിട്ട് ഒരു ബന്ധമുള്ളവർക്ക് മാത്രമേ ഇത്തരത്തിലുള്ള രീതിക്ക് ഉത്തരങ്ങൾ പറയാനൊക്കെ സാധിക്കൂ. അപ്പോൾ വലിയൊരു ദൈവകൃപയും കൂടിയാണ്. അപ്പോൾ ചേച്ചിക്കും ചേച്ചിയുടെ കുടുംബത്തിനും ഒക്കെ വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കഥയിലേക്ക് നമുക്ക് മടങ്ങി വരാം. മുന്നിൽ നിൽക്കുന്നത് ഗവർണറാണെന്ന് തിരിച്ചറിയാതെ തൻ്റെ മോചനത്തിനുള്ള കത്താണ് അദ്ദേഹത്തിൻ്റെ പോക്കറ്റിൽ കിടക്കുന്നത്, അത് മുദ്ര വെച്ചതാണെന്ന് തിരിച്ചറിയാതെ ഈ തടവുകാരൻ ഈ ഒരു ഗവർണറെ കാണുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഓരോ ഞായറാഴ്ചകളിലും അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരിക്കലൊക്കെ അവിടെ ഇതുപോലെ ഈ തടവുകാരെ സന്ദർശിക്കാൻ ആൾക്കാർ വരുന്നത് കൊണ്ട് തന്നെ ഈ തടവുകാരൻ വിചാരിക്കുകയാണ് ഇത് അങ്ങനെ എങ്ങാനും വന്ന ഏതോ ഒരു സന്ദർശകനാണ്. പ്രത്യേകിച്ച് ആ ഗവർണറുടെ ഒരു ലുക്കും ആ ഒരു വേഷവിധാനങ്ങളൊക്കെ കണ്ടപ്പോൾ ഈ തടവുകാരൻ വിചാരിക്കുന്നത് അത് ഒരു സുവിശേഷ പ്രഘോഷകനാണ് എന്നുള്ളത്. അപ്പോൾ ഒരു സുവിശേഷ പ്രഘോഷകൻ ആണെന്നുള്ള തെറ്റിദ്ധാരണയിൽ ഈ തടവുകാരൻ ഇദ്ദേഹത്തെ ഒരുപാട് പുച്ഛിക്കുന്നുണ്ട്, പരിഹസിക്കുന്നുണ്ട്. ഈ തടവുകാരൻ തൻ്റെ തെറ്റ് ഏറ്റുപറയോ അല്ലെങ്കിൽ താൻ ചെയ്തത് തെറ്റാണെന്ന് പശ്ചാത്തപിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. പിന്നെയോ ഇയാൾ ഇദ്ദേഹത്തെ തിരിച്ചു പറഞ്ഞുകൊണ്ടേയിരുന്നു, പരിഹസിച്ചുകൊണ്ടേയിരുന്നു. സുവിശേഷം പ്രഘോഷിക്കാൻ ഇവിടെയാണോ വന്നത്, എൻ്റെ മുൻപിലാണോ വന്നുള്ളത് എന്നുള്ള ചോദ്യങ്ങൾ ഉയർത്തി, വെല്ലുവിളികൾ ഉയർത്തി ഇദ്ദേഹത്തെ പ്രകോപിപ്പിച്ചുകൊണ്ടേയിരുന്നു. പക്ഷെ ഇതൊക്കെ കേട്ടിട്ടും ആ ഗവർണർ ഒന്നും പറയുന്നില്ല. അദ്ദേഹത്തിന് മനസ്സിലായി എന്നെ തെറ്റിദ്ധരിച്ചതാണ് എന്നുള്ളത്. പക്ഷെ എന്നിട്ടും അദ്ദേഹം ഒന്നും പറയുന്നില്ല. വളരെ ക്ഷമയോടുകൂടി അദ്ദേഹം നിശബ്ദനായി നിന്ന് ഈ തടവുകാരനെ കേൾക്കുകയാണ് ചെയ്തത്. തടവുകാരനാകട്ടെ ഒരു നല്ല വാക്ക് പോലും പറയാതെ മുഴുവനും പ്രകോപനവും. പക്ഷേ ആ ഒരു സന്ദർശനത്തിന് ശേഷം ഈ ഗവർണർ തിരിച്ച് മടങ്ങി പോവുകയാണ്. അപ്പോഴുണ്ട് ഒരു പോലീസുകാരൻ ഈ തടവുകാരൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, നീ രക്ഷപ്പെട്ടല്ലോ, നിന്നെ നേരിട്ട് കാണാനല്ലേ ഗവർണർ വന്നത്, അദ്ദേഹം നിനക്ക് മോചനം നൽകിയോ, നിന്റെ ശിക്ഷയിൽ എന്തെങ്കിലും ഇളവ് ചെയ്ത് നൽകിയോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇത് കേട്ടിട്ട് ഈ തടവുകാരൻ ഒരു നിമിഷം ഒന്ന് ആകുലപ്പെടുന്നുണ്ട്. എന്നെയോ, എപ്പോഴാ, ഗവർണറോ എന്നെ കാണാൻ വന്നു, അങ്ങനെ ഒരു ചിന്ത പെട്ടെന്ന് പോകുന്നുണ്ട്. പെട്ടെന്നാണ് അയാൾക്ക് ആ ഒരു ചിന്ത വരുന്നത്, അല്ലെങ്കിൽ മനസ്സിലാകുന്നത് എന്നെ നേരത്തെ കാണാൻ വന്നത് ഒരു സുവിശേഷ പ്രഘോഷകനല്ല, പിന്നെയോ സാധാരണ ഒരു സന്ദർശകനുമല്ല, പിന്നെയോ അതൊരു ഗവർണർ ആയിരുന്നു എന്നുള്ളത്.
പക്ഷെ ഒന്നും ചെയ്യാൻ സാധിക്കാത്ത ഒരവസ്ഥയായിപ്പോയി. അപ്പോൾ എന്തായിരിക്കും ഈ ഒരു തെറ്റിദ്ധാരണയിലൂടെയുള്ള സംഭാഷണത്തിൽ നിന്നും ഗവർണർ എടുത്ത തീരുമാനം? അത് എങ്ങനെയാണ് തടവുകാരനെ ബാധിക്കുന്നത് എന്നുള്ള കഥയിലേക്ക് നമുക്ക് മടങ്ങി വരാം. അതിനു മുൻപായി നമ്മുടെ രണ്ടാമത്തെ കോളറിലേക്ക് നമുക്ക് പോകാം. നമസ്കാരം, വചന സമീക്ഷയിലേക്ക് സ്വാഗതം. ആരാണ്? എന്റെ പേര് സോണി എന്നാണ്. ഞാൻ മാന്നാർ എന്ന് പറഞ്ഞ സ്ഥലത്ത് വിളിക്കുന്നത്. സോണി, ഓക്കെ. അങ്കിളുടെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്? വീട്ടില് പപ്പായുണ്ട്, അമ്മയുണ്ട്, പപ്പായുടെ പെങ്ങളുണ്ട്, ചേട്ടൻ വന്നിട്ടുണ്ട്, ചേട്ടന്റെ ഫാമിലി വന്നിട്ടുണ്ട്. അപ്പൊ എല്ലാരും ഉണ്ട് വീട്ടില്? എല്ലാരും ഉണ്ട്. എല്ലാരും സുഖമായിട്ടിരിക്കുന്നോ? എല്ലാരും സുഖമായിട്ടിരിക്കുന്നു. അപ്പൊ അങ്കിളെ അറിയാലോ, നമുക്ക് 4 ചോദ്യങ്ങളായിരിക്കും ഉണ്ടാവുക. അപ്പൊ നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോയാലോ? ഓക്കെ, ചോദ്യം ഇതാണ്. 10 ഏക്കർ മുന്തിരിത്തോട്ടത്തിൽ നിന്ന് ലഭിക്കുന്ന വീഞ്ഞ് എത്രയാണ്? 1 ഹോമർ വിത്തിൽ നിന്ന് ലഭിക്കുന്ന ധാന്യം എത്രയാണ്? 10 കാണി മുന്തിരിത്തോട്ടത്തിൽ നിന്ന് 1 ബത്തും 1 ഹോമർ വിത്തിൽ നിന്ന് 1 എഫായും മാത്രം. ശരി ഉത്തരം, കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. ഉത്തരം ഇതാണ്. 1 ബത്ത് വീഞ്ഞും 1 ഏഫ ധാന്യവും. അതെ, അത് അളവാണ്. അതേപോലെ അതിന് പകരമായിട്ട് ഉപയോഗിക്കുന്നതാണ്. അപ്പൊ നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോയാലോ? ഓക്കെ, ചോദ്യം ഇതാണ്. അതിരാവിലെ എന്തിന്റെ പിന്നാലെ പോകുവാനാണ് അവർ എഴുന്നേൽക്കുന്നത്? മദ്യം തേടി ഓടുകയും മത്തരാകാനായിട്ട്. അത് ശരി ഉത്തരമാണ്, കൺഗ്രാറ്റുലേഷൻസ്. അതിന്റെ ഉത്തരം ഇങ്ങനെയാണ്, മദ്യത്തിന്റെ. ഓക്കെ, അങ്കിൾ പാട്ടൊക്കെ പാടാറുണ്ടോ? പാട്ട് പാടും. ചേച്ചിയെ കൊണ്ട് പാട്ട് പാടിക്കാം. ഉറപ്പായിട്ടും പാടിച്ചോളൂ അങ്ങളെ, പാടിക്കോ, ചേച്ചിയെ കൊണ്ട് പാടിക്കോ. ഹലോ, ആന്റിയുടെ പേരെങ്ങനാ? നിഷ. നിഷ, നന്നായിട്ട് പാടിയിട്ട്. കൊയർ ടീമിലൊക്കെ ഉണ്ടോ? ഓക്കെ ഓക്കെ, നന്നായിട്ട് പാടിട്ടോ, നല്ല സ്വരമായിരുന്നു. ഉറപ്പായിട്ട്. അപ്പോ ആന്റി ഇല്ലാത്ത സമയത്ത് വചന സമീക്ഷയിൽ ഇങ്ങനെ ഒരു കോളിൽ കൂടി ഞങ്ങളുടെ കൂടെ ജോയിൻ ചെയ്തതിൽ ഒരുപാട് സന്തോഷം കേട്ടോ. ഓക്കെ, താങ്ക് യു ആന്റി, താങ്ക് യു സോ മച്ച്. ഹലോ. സോണിയങ്കളെ, വളരെ നന്നായിട്ട് ചേച്ചി പാടി കേട്ടോ. പാട്ടൊക്കെ പള്ളിയിലൊക്കെ പാടുന്നതാ. അത് ഭയങ്കരമായിട്ട് നന്നായിട്ട്, ഈ നമ്മള് പറയില്ലേ പ്രൊഫഷണലി പാടുന്ന പോലെ തന്നെ പാടി. അപ്പൊ സന്തോഷം. അപ്പൊ നമുക്ക് ആ സന്തോഷത്തിൽ തന്നെ നമുക്ക് ബാക്കിയുള്ള 2 ചോദ്യങ്ങളോട് ചോദിച്ചാലോ? ഓക്കെ, അപ്പൊ മൂന്നാമത്തെ ചോദ്യം ഇതാണ്. അവരുടെ വിരുന്നുകളിൽ കാണുന്നത് എന്തെല്ലാമാണ്? കിന്നരവും വീണയും തപ്പും കുഴലും വീഞ്ഞും. ശരി ഉത്തരം, കൺഗ്രാറ്റുലേഷൻസ്. അതിന്റെ ഉത്തരം ഇങ്ങനെയാണ്, കിന്നരവും വീണയും തപ്പും കുഴലും വീഞ്ഞും. അപ്പൊ ലാസ്റ്റ് ചോദ്യം കൂടി ചോദിച്ച് നമുക്ക് അവസാനിപ്പിക്കാം. അവസാനത്തെ ചോദ്യം ഇതാണ്. യഹോവയുടെ ജനം പ്രവാസത്തിലേക്ക് പോകേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? യഹോവയുടെ ജനം പ്രവാസത്തിലേക്ക് പോകേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? യഹോവയുടെ പ്രവൃത്തി അവർ നോക്കുന്നില്ല, അതുകൊണ്ട്. ശരി ഉത്തരമാണ്, കൺഗ്രാറ്റുലേഷൻസ്. അപ്പൊ ബൈബിള് മാറുന്നതനുസരിച്ച് നമുക്ക് കുറച്ച് വ്യത്യാസങ്ങൾ വരും. ഇവിടുത്തെ ബൈബിൾ പ്രകാരം അവർക്ക് യഹോവയുടെ പ്രവൃത്തികളെ കുറിച്ച് പരിജ്ഞാനം ഇല്ലാത്തതിനാൽ. അപ്പൊ 4 ചോദ്യങ്ങൾക്കും ശരി ഉത്തരം നൽകിയിട്ടുണ്ട്. അപ്പം വളരെ നന്നായിട്ടൊരു പാട്ടും നമ്മുടെ വചന സമീക്ഷയുടെ കുടുംബത്തിന് വേണ്ടിയിട്ട് ചേച്ചിയെ കൊണ്ട് പാടിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങളെ തീർച്ചയായിട്ടും അനുഗ്രഹം ഒക്കെ കുടുംബത്തിന് ഉണ്ടാവട്ടെ കേട്ടോ. ഇനിയും വിളിക്കുക. താങ്ക് യു അങ്ങളെ, താങ്ക് യു സോ മച്ച്. ഓക്കെ.
സോണി അങ്കിളായിരുന്നു നമ്മളോടൊപ്പം കോളിൽ ഉണ്ടായിരുന്നത്. നമ്മൾ പ്രതീക്ഷിക്കാതെ, നമ്മൾ പറയില്ല, അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നമുക്കൊരു ഗിഫ്റ്റ് കിട്ടി. അതായിരുന്നു അത്രയും മനോഹരമായിട്ടുള്ളൊരു പാട്ട്. അപ്പോൾ അങ്കിളിനും അങ്കിളിൻ്റെ സഹോദരിക്കും സിസ്റ്റർ ആൻറ്റിക്കും കുടുംബത്തിനും ഒക്കെ വേണ്ടിയിട്ടുള്ള പ്രാർത്ഥന നമ്മുടെ കുടുംബങ്ങളിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള പ്രാർത്ഥനകളിൽ കൂടി നമുക്ക് ഓർക്കാം. നമ്മുടെ കഥയിലേക്ക് നമുക്ക് മടങ്ങി വരാം, അവസാനത്തിലേക്ക്. അപ്പോൾ ഈ പോലീസുകാരൻ ചോദിക്കുമ്പോഴാണ് ഈ തടവുകാരൻ പെട്ടെന്ന് ചിന്തിച്ച് ഇത് ഗവർണർ ആയിരുന്നോ എന്ന് തിരിച്ചറിഞ്ഞത്. പക്ഷേ അയാൾ അപ്പോൾ ഈ പോലീസുകാരനോട് തിരിച്ചു പറയുന്നുണ്ട്, അയ്യോ ഞാൻ അറിഞ്ഞില്ലല്ലോ, ഞാനത് ഗവർണറാണെന്ന് അറിഞ്ഞില്ലല്ലോ, ഞാൻ വിചാരിച്ചു അതൊരു സുവിശേഷ പ്രഘോഷകനാണെന്ന്. അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തെ ഒരുപാട് കളിയാക്കുകയും അദ്ദേഹത്തെ ഒരുപാട് കുറ്റപ്പെടുത്തുകയൊക്കെ ചെയ്തു. ഇനി എൻ്റെ ശിക്ഷ എങ്ങനെയാകും, എൻ്റെ വിധി എന്താകും, എനിക്ക് എന്തെങ്കിലും ഇളവ് കിട്ടുമോ എന്നൊക്കെ ഇദ്ദേഹം ചോദിക്കുന്നുണ്ട്. പക്ഷെ അപ്പോഴൊക്കെയും ഈ പോലീസുകാരന് നോക്കി നിൽക്കാനല്ലാതെ മറ്റൊന്നിനും സാധിക്കുന്നില്ല. അവനായി വരുത്തിവെച്ച വിധി എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം അയാളെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് ചെയ്തത്. ദിവസങ്ങൾക്ക് ശേഷം തൂക്കിലേറ്റേണ്ട ദിവസം വന്നെത്തി. അന്ന് പോക്കറ്റിലിട്ട് കൊണ്ടുവന്ന കത്ത് ഗവർണർ കീറിക്കളയുകയാണ് ചെയ്തത്. ഗവർണറുടെ ഉള്ളിൽ ഇപ്രകാരം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, തെറ്റ് ചെയ്തോ ഇല്ലയോ, പക്ഷെ കുറ്റവാളിയായി വിധിക്കപ്പെട്ട നിമിഷം മുതൽ പശ്ചാത്താപത്തിന്റെ ഒരു പരിഗണന പോലും, അല്ലെങ്കിൽ പശ്ചാത്താപത്തിന്റെ യാതൊരു വിധത്തിലുള്ള അംശവും ഇല്ലാത്ത ഒരു മനുഷ്യൻ. അയാളാകട്ടെ സുവിശേഷ പ്രഘോഷകനാണ് തന്റെ മുന്നിൽ നിൽക്കുന്നതെന്ന ധാരണയിൽ കുറ്റപ്പെടുത്തലും പഴിചാരലും പരിഹാസവും മാത്രമാണ് തിരികെ നൽകിയത്. എന്നാൽ ഒരു നിമിഷമെങ്കിലും അയാളൊന്ന് മാപ്പ് പറഞ്ഞിരുന്നെങ്കിൽ, ഞാൻ അറിയാതെ ചെയ്തു പോയതാണ്, അല്ലെങ്കിൽ ഞാൻ ചെയ്തു പോയി പക്ഷെ ഞാൻ അതിൽ പശ്ചാത്തപിക്കുന്നു എന്ന് ഒരു തവണയെങ്കിലും പറഞ്ഞിരുന്നെങ്കിൽ ഇയാളുടെ തലയ്ക്ക് മുകളിലുള്ള തൂക്കുകയർ എനിക്ക് എടുത്തു മാറ്റാൻ സാധിക്കുമായിരുന്നു. പക്ഷെ ഈ മനുഷ്യൻ ഇനി ജീവിക്കാൻ അർഹിക്കുന്നില്ല. ചെയ്ത തെറ്റിന്, പാപത്തിന് മരണമാണ് ശമ്പളം എന്നുള്ള രീതിയിൽ ഗവർണർ ഒരു തീരുമാനമെടുക്കുന്നു. അദ്ദേഹത്തിന്റെ പോക്കറ്റിലുണ്ടായിരുന്ന ആ ശിക്ഷ ഇളവ് ചെയ്തുകൊണ്ടുള്ള കത്ത് കീറിക്കളഞ്ഞ് ആ തൂക്കുശിക്ഷ അല്ലെങ്കിൽ തൂക്കുകയർ നടപ്പിലാക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ അവസാനം ഈ തൂക്കുകയറിലേക്ക് പോകുമ്പോൾ, നടന്നെടുക്കുമ്പോൾ ഈ മനുഷ്യൻ നിലവിളിച്ച് കരഞ്ഞ് ഇങ്ങനെ പറയുന്നുണ്ട്, ഈ കൊലക്കയർ എൻ്റെ കൊലപാതകത്തിനുള്ളതല്ല, ഞാൻ ചെയ്ത തെറ്റിനല്ല, പിന്നെയോ എൻ്റെ മുൻപിൽ ആരാണെന്ന് തിരിച്ചറിയാതെ ഞാൻ എൻ്റെ വിധി മാറ്റി എഴുതിയതാണ്. ഒരു പക്ഷേ ഞാൻ അദ്ദേഹത്തെ കേട്ടിരുന്നെങ്കിൽ, അദ്ദേഹത്തോട് സൗമ്യമായി ഇടപെട്ടിരുന്നുവെങ്കിൽ എൻ്റെ വിധി മറ്റൊന്നാകുമായിരുന്നു എന്നുറക്കി നിലവിളിച്ചുകൊണ്ട് അയാൾ നടന്നു നീങ്ങി കൊലക്കയറിലേക്ക്. പ്രിയമുള്ളവരെ, ഈ ഒരു കഥ നമ്മുടെ ജീവിതത്തിലെ ചില സാഹചര്യങ്ങളുമായിട്ട് നമുക്ക് കൂട്ടിയിണക്കാൻ പറ്റും. അത് ഒരുപക്ഷെ ഒരു കൊലക്കയറായി തന്നെ നമ്മുടെ മുന്നിൽ ആ ഒരു സാഹചര്യം വരണമെന്നല്ല, പിന്നെയോ പല സാഹചര്യങ്ങളും കൊലക്കയറിന് സദൃശ്യമായി നമ്മുടെ മുൻപിലുണ്ട്. അത് എത്തരത്തിലുള്ള സാഹചര്യങ്ങളാണെന്ന് നമുക്ക് നോക്കാം. അതിനു മുൻപായി നമ്മുടെ ഇന്നത്തെ അവസാനത്തെ കോർണറിലേക്ക് കൂടി നമുക്ക് പോകാം. നമസ്കാരം, വചന സമീക്ഷയിലേക്ക് സ്വാഗതം. ആരാണ്? ഞാൻ കോട്ടയം ഏലിയാമ്മ ആന്റി. ആന്റി, വീട്ടിലാരൊക്കെ ഉണ്ട്? ഭർത്താവുണ്ട്, മകനുണ്ട്. ഓക്കെ, സുഖമായിട്ടിരിക്കുന്നോ മൂന്ന് പേരും? കോട്ടയത്ത് മഴയൊക്കെ ഉണ്ടോ? മഴയുണ്ട്, ആവശ്യത്തിന് മഴ കിട്ടുന്നുണ്ട് അല്ലേ? ഓക്കെ ഓക്കെ. അപ്പൊ ആന്റി അറിയാലോ, നമുക്ക് 4 ചോദ്യങ്ങളായിരിക്കും ഉണ്ടാവുക. അപ്പൊ ഒന്നാമത്തെ ചോദ്യത്തിലോട്ട് പോട്ടെ? ചോദ്യം ഇതാണ്, അശൂർ രാജാവുമായി പന്തയം വച്ചാൽ എന്ത് പ്രതിഫലം തരാമെന്നാണ് റബ്ഷാക്കെ വാഗ്ദാനം ചെയ്തത്? തക്ക കുതിര കയറ്റുവാൻ നിനക്ക് കഴിയുന്നത് ഞാൻ 2000 കുതിരയെ നിനക്ക് തരാം. ശരി ഉത്തരം, കൺഗ്രാറ്റുലേഷൻസ്. ഓക്കെ, ഉത്തരം ഇതാണ്, 2000 കുതിരകളെ. ഓക്കെ, നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കൂടി പോയിട്ട് ബാക്കി വിശേഷങ്ങളിലേക്ക് വരാം. ചോദ്യം ഇതാണ്, രഥങ്ങൾക്കായും കുതിരച്ചേകവർക്കായും ഹിസക്കിയാവ് ആരെയാണ് ആശ്രയിക്കുന്നത്? ശരി ഉത്തരം, കൺഗ്രാറ്റുലേഷൻസ്. അപ്പോ ശരി ഉത്തരം ഇങ്ങനെയാണ്, മിസ്രയീമിനെ. അപ്പൊ 2 ചോദ്യങ്ങൾക്ക് ശരി ഉത്തരം നൽകിയിട്ടുണ്ട്. നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ആന്റി ഇന്ന് പാട്ട് പാടുവാണോ, വചനം പങ്കുവയ്ക്കുവാണോ, എന്താ ചെയ്യാ? പാടിക്കൊള്ളുന്ന യേശുവാദം ചേർന്നിടും പാവത്തെ വിട്ടോടിടുവൻ വന്നിടും യേശുവാദം ചേർന്നിടും പാവത്തെ വിട്ടോടിടുവൻ വരുന്നാരെയും ഒരു നാളും ഞാൻ തള്ളുകയില്ലെന്നുരച്ചു യേശു വരുന്നാരെയും
ഒരു നാൾ തള്ളുവേറ്റികൾ വന്നിടുവിൻ യേശുവോട് ചേർന്നിടുവിൻ പാവത്തെ വിട്ടോടിടുവിൻ പാവത്തിൻ ശമ്പളം അറിയണമേ അതു നിന്നെ നശിപ്പിക്കുമേ ദൈവകൃപയോ വൃത്തവിലാണെന്ന് വിശ്വസിച്ച് ദൈവകൃപയോ ജീവനാണെന്ന് വിശ്വസിച്ച് വന്നിടുവിൻ യേശുവോട് ചേർന്നിടുവിൻ പാവത്തെ വിട്ടോടിടുവിൻ. അടി നന്നായിട്ട് പാടി കേട്ടോ. ഓക്കെ, ഞാൻ തൽക്കാലം എടുത്ത് പാടുന്നത് അത് മതിയല്ലോ. ആ ഒരു വിശ്വാസം മീൻസ് ഒരു പാട്ട് കേൾക്കുമ്പോൾ നമുക്കറിയാലോ ഭയങ്കരമായിട്ട് പ്രാർത്ഥിക്കുന്ന ഒരാളാണ് പാടുന്നത്, ഒരു ഫീൽ നമുക്ക് ഉണ്ടായാൽ മതിയല്ലോ. അത് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പൊ എന്തായാലും നന്നായിട്ട് പാടി കേട്ടോ. അതെ ഓക്കെ ഓക്കെ. അപ്പൊ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ? ഓക്കെ, എന്തോ വാക്യം പറയണ്ടായിരിക്കുമല്ലോ അല്ലേ? പറയാം. നമുക്ക് അടുത്തൊരു ചോദ്യം കൂടെ ചോദിച്ചിട്ട് നമുക്ക് വചനം പറയാം. ഓക്കെ. അപ്പൊ മൂന്നാമത്തെ ചോദ്യം ഇതാണ്: യഹൂദ്യരുടെ മനോവീര്യം കെടുത്തുന്ന എന്താണ് റബ്ശാക്കെ അവരോട് പറഞ്ഞത്? അരാം ഭാഷയിൽ സംസാരിക്കണമേ, അത് ഞങ്ങൾക്കറിയാം. മകന്മേലുള്ള ജനങ്ങൾക്ക് ഞങ്ങളോട് യഹൂദ ഭാഷയിൽ സംസാരിക്കരുത്. അതൊന്ന് ക്വസ്റ്റ്യൻ ഒന്നും കൂടെ കേൾക്കോ. യഹൂദരുടെ മനോവീര്യം കെടുത്തുന്ന എന്താണ് റബ്ശാക്കെ അവരോട് പറഞ്ഞത്? ഞാൻ ഈ ദേശത്തിന് എന്നോട് ഈ ദേശത്തിന് നേരെ പുറപ്പെട്ടു എന്ന് അതിനെ നശിപ്പിക്കുക എന്ന് കൽപ്പിച്ചിരിക്കുന്നു. ശരി ഉത്തരം. കൺഗ്രാറ്റുലേഷൻസ്. ഓക്കെ. ഉത്തരം ഇങ്ങനെയാണ്: ഈ ദേശത്തിനെതിരെ ചെന്ന് അതിനെ നശിപ്പിക്കുക എന്ന് യഹോവ എന്നോട് കൽപ്പിച്ചിട്ടാണ് ഞാൻ വന്നത്. ഓക്കെ, അപ്പൊ ഇനി വചനം പറഞ്ഞോളൂ. കരിഞ്ജീരകം മെതിവണ്ടി കൊണ്ട് മെതിക്കുന്നില്ല, ജീരകത്തിന്മേൽ വണ്ടിയുടെ ചക്രം വീട്ടുന്നതുമില്ല. കരിജീരകം വടികൊണ്ടും ജീരകം കോലുകൊണ്ടും തല്ലി എടുത്ത് ചെയ്യുന്നത്. മെതിക്കുമ്പോൾ ധാന്യം ചതച്ച് കളയാറുണ്ടോ? ഇത് ഏത് ഭാഗത്തു നിന്നുള്ളതാ? യെശയ്യാവിന്റെ പുസ്തകം 28-ാം അധ്യായം 27-ാം വാക്യം. ഓക്കെ, നല്ല വലിയൊരു വചനവും പറഞ്ഞു അല്ലേ? ഓക്കെ, സന്തോഷം ആന്റി. തീർച്ചയായിട്ടും പാട്ടും വചനവും ഒക്കെ ഒരാളിൽ നിന്ന് കേൾക്കാന്ന് പറഞ്ഞാൽ വലിയൊരു സന്തോഷമാണ്. അപ്പൊ സ്തോത്രം. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് നാലാമത്തെ ചോദ്യത്തിലേക്ക് പോയാലോ? ഓക്കെ, അപ്പൊ അവസാനത്തെ ചോദ്യം ഇതാണ്: എല്യാക്കീം, ഷെബ്ന, യോവാഹ് എന്നിവർ റബ്ശാക്കേയോട് ആവശ്യപ്പെട്ടത് എന്താണ്? അരാം ഭാഷയിൽ സംസാരിക്കണമേ, അത് ഞങ്ങൾക്കറിയാം. അതിന്മേലുള്ള ജനങ്ങൾ നിങ്ങളോടെ യഹൂദ ഭാഷയിൽ സംസാരിക്കരുത്. അതെ, ശരി ഉത്തരം. കൺഗ്രാറ്റുലേഷൻസ്. ഉത്തരം ഇതാണ്: യഹൂദ ഭാഷയിൽ സംസാരിക്കാതെ അടിയങ്ങൾക്കറിയാവുന്ന അരാം ഭാഷയിൽ ഞങ്ങളോട് സംസാരിക്കണമേ എന്ന്. അപ്പൊ 4 ചോദ്യങ്ങൾ ഇപ്പൊ ശരിയാക്കിയിട്ടുണ്ട്. അതിന്റെ ഒരു ബോണസ് പോലെയാണ് ഒരു നന്നായിട്ടൊരു പാട്ടുപാടി, ഒരു എന്താ പറയാ വലിയൊരു വചനം പറഞ്ഞു. അപ്പൊ എന്തുകൊണ്ടും നല്ലൊരു കോളായിരുന്നു. അതെ, തീർച്ചയായിട്ടും. ആന്റിയും കുടുംബത്തിനൊക്കെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയിൽ ഓർക്കാം. താങ്ക് യു ആന്റി, താങ്ക് യു സോ മച്ച്. ഇനിയും വിളിക്കാം കേട്ടോ. ഓക്കെ ഓക്കെ. ഏലിയാമ്മ ആന്റി ആയിരുന്നു നമ്മളോടൊപ്പം കോളിൽ ഉണ്ടായിരുന്നത്. നല്ലൊരു കോളായിരുന്നു. ആന്റി വളരെ സന്തോഷത്തോടു കൂടി നമ്മളോട് സംസാരിച്ചപ്പോൾ ആന്റിക്കും അവിടുത്തെ ബാക്കി കുടുംബാംഗങ്ങൾക്കും ഒക്കെ വേണ്ടിയിട്ട് നമ്മുടെ പ്രാർത്ഥനകൾ നമുക്ക് ഓർക്കാം. നമ്മുടെ കഥയുടെ ഒരു അവസാനത്തിലേക്ക്, ഈ ഒരു അധ്യായത്തിന്റെ അവസാനത്തിലേക്ക് നമുക്ക് മടങ്ങി വരാം. നമ്മൾ പറഞ്ഞു തൂക്കുകയർ അല്ലെങ്കിൽ തൂക്കുകയറിന്റെ രൂപത്തിൽ പല സാഹചര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. പക്ഷെ അപ്പോഴൊക്കെയും നമ്മുടെ മുന്നിൽ നിൽക്കുന്നത് ആരാണെന്ന് തിരിച്ചറിയുവാൻ നമുക്ക് സാധിക്കണം. അല്ലെങ്കിൽ ഒരുപക്ഷെ ദൈവം പല രൂപത്തിൽ പല ഭാവത്തിൽ നമ്മുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടാറുണ്ട് എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. ദൈവദൂതന്മാരെന്ന് പലപ്പോഴും കളിയായിട്ടാണെങ്കിൽ പോലും നമ്മൾ പലരെയും വിശേഷിപ്പിക്കാറുണ്ട്. പക്ഷെ അപ്പോഴൊക്കെയും നമ്മുടെ മുന്നിൽ നിൽക്കുന്ന ആ ഒരു വ്യക്തിയെ തിരിച്ചറിയുവാൻ, അയാൾ എന്താണ് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എന്താണ് അയാൾക്കുള്ള സ്ഥാനമെന്ന് തിരിച്ചറിയുവാൻ നമ്മൾ പരിശ്രമിക്കണം.
പിന്നെയോ എടുത്തുചാട്ടം കൊണ്ട് ചില സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാറുണ്ട്. പക്ഷെ അപ്പോഴൊക്കെയും ആ എടുത്തുചാട്ടത്തിന് പകരം ക്ഷമയോടുകൂടി മുന്നിൽ നിൽക്കുന്ന ആ ഒരു വ്യക്തിയെ തിരിച്ചറിയുവാൻ, മുന്നിൽ നിൽക്കുന്ന സാഹചര്യത്തെ തിരിച്ചറിയുവാൻ, രണ്ടാമതൊന്ന് ചിന്തിച്ചിട്ട് സംസാരിക്കുവാൻ നമുക്ക് സാധിക്കണം. ഒരു വാക്ക് നമ്മുടെ നാവിലെത്തുന്നതിന് മുൻപേ അത് പരിശോധിച്ചറിയുന്നവനാണ് കർത്താവ്. അങ്ങനെയെങ്കിൽ അവൻ അവിടെ പരിശോധിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ബുദ്ധി കൊണ്ട് ഒന്ന് പരിശോധിക്കുവാൻ നമുക്ക് സാധിക്കണം. പലപ്പോഴും നമ്മുടെ മുന്നിൽ പല വഴികളും അവൻ തുറന്നിട്ട് തരാറുണ്ട്, പരിഹാരങ്ങൾ എന്നോണം. പക്ഷെ അത് തിരിച്ചറിയുവാൻ നമ്മളെ കൊണ്ട് സാധിക്കുന്നില്ല. അത്തരം സാഹചര്യങ്ങളിലാണ് നമ്മൾ എടുത്തുചാടി പല മണ്ടത്തരങ്ങളിലേക്കും പല വെല്ലുവിളികളിലേക്കും അല്ലെങ്കിൽ പ്രശ്നങ്ങളിലേക്കും പ്രാരാബ്ധങ്ങളിലേക്കും ചെന്ന് കൂപ്പുകുത്തി വീഴുന്നത്. ഇവിടെ ഈ തടവുകാരനെ പറ്റിയ അമളിയും അതുതന്നെയാണ്. അപ്പോൾ പ്രിയമുള്ളവരെ, നമ്മുടെ മുന്നിലെ സാഹചര്യങ്ങളെ എന്താണെന്ന് പഠിക്കുവാൻ, എന്താണെന്ന് തിരിച്ചറിയുവാൻ, രണ്ടാമത് ഒന്ന് ചിന്തിച്ചിട്ട് മാത്രം സംസാരിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. അതിനുള്ള ബുദ്ധിയും വിവേകവും ഒക്കെ തരുന്ന ഒരു കഥയായിട്ട് ഇത് നമ്മുടെ ഓർമ്മകളിൽ എവിടെയെങ്കിലും ഒക്കെ ഈ തടവുകാരൻ കിടക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. വചന സമീക്ഷയുടെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. പുതിയൊരു അധ്യായത്തിലൂടെ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.